നൈജീരിയയിൽ ക്രൈസ്തവ പുരോഹിതർക്കു നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ പരമ്പരയിൽ ഒടുവിലത്തേതാണ് കോഗി സ്റ്റേറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എഗ്ബേ സെന്റ് മേരീസ് കത്തോലിക്ക ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു വന്നിരുന്ന ഫാദർ സാമുവേൽ ഒപ്പേമിയയെയാണ് ദാരുണമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അജോവകുട്ടയിലെ ചർച്ച് റോഡിന് സമീപം വഴിയരികിൽ ഒരു പുരുഷന്റെ മൃതദേഹം കിടക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ ക്രൂരമായ ആക്രമണമാണ് നടന്നതെന്ന് വ്യക്തമായി. തലയ്ക്ക് മാരകമായി വെട്ടേറ്റ നിലയിലായിരുന്നു മൃതദേഹം. തുടർന്ന് നടത്തിയ തിരിച്ചറിയലിലാണ് കൊല്ലപ്പെട്ടത് ആയതോറ ഗബഡെ സെന്റ് പോൾസ് ഇടവകാംഗവും എഗ്ബേയിലെ വികാരിയുമായ റവറൻ ഫാദർ സാമുവേൽ ഒപ്പേമിയയാണെന്ന് വ്യക്തമായത്. അതേസമയം ഓട്ട്പോ രൂപതയ്ക്ക് കീഴിലുള്ള ആസ ബിഷപ്പ് ഹൌസിൽ നിന്നും സെമിനാരി വിദ്യാർത്ഥിയായ കെൽവിൻ ഒച്ചിയെ ഒരു സംഘം തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയി. സംഭവ സമയത്ത് ബിഷപ്പ് ഹൌസ് പരിസരത്ത് അതിക്രമിച്ചു കയറിയ ആക്രമികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് കെൽവിനെ കടത്തിക്കൊണ്ടുപോയത്. കെൽവിന്റെ സുരക്ഷിതമായ മോചനത്തിനായി സഭാ നേതൃത്വവും പ്രാദേശവാസികളും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചതായി കോഗി സ്റ്റേറ്റ് പോലീസ് PRO ASP അഫുദാസ് സാലിഹു അറിയിച്ചു. കുറ്റവാളികളെ പിടികൂടാൻ ഊർജിത തിരച്ചിൽ നടന്നുവരികയാണെന്നും പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസ് സ്റ്റേറ്റ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുമെന്നും പോലീസ് വ്യക്തമാക്കി. നൈജീരിയയിൽ വൈദികർക്കും സഭാപ്രവർത്തകർക്കും നേരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളിൽ കടുത്ത അമർഷവും ആശങ്കയുമാണ് പ്രാദേശിക വിശ്വാസികൾക്കിടയിൽ ഉയരുന്നത്. പ്രതികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. നൈജീരിയയിൽ ക്രൈസ്തവ സമുദായത്തിനും പുരോഹിതർക്കും നേരെ തുടർച്ചയായുണ്ടാകുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചുള്ള ആശങ്ക വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖീന ന്യൂസ്.